അപ്പോൾ അങ്ങനെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തൊക്കെ കഴിഞ്ഞു. കൂട്ടിക്കിഴിക്കലുകളിലാണ് ഈ ദിവസം മുന്നണികൾ. ഇന്നലെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാട്ടിലുമാണ്. അപ്പം ഈ CPIM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖാണ് ഇന്ന് ഹെലോ മലയാളത്തിൽ നമുക്കിപ്പം അതിഥിയായിട്ടുള്ളത്. നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. ശ്രീ റഫീഖ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീ റഫീഖ്, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിധിയെഴുത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കൂട്ടിക്കിഴിക്കലാണ് ഈ ദിവസം. നാളെ ഈ സമയത്ത് നമുക്കിപ്പം ആദ്യ ഫലസൂചനകളൊക്കെ വന്നു തുടങ്ങുന്ന സമയമൊക്കെയാണ്. അപ്പോൾ വിധിയെടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ പോളിംഗ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് വയനാടാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് വിധി എഴുതിയ ഒരു സാഹചര്യത്തിലേ അല്ല. സർവ്വതം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പ്രചാരണ വിഷയമാവുകയും ചെയ്തു. ഈ വയനാട് ദുരന്തം മുതൽ ഈ സംഘടനകൾക്കുള്ളിലെ മുന്നണികൾക്കുള്ളിലെ പ്രാദേശിക വിഷയങ്ങൾ വരെ ചർച്ചയായ ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം അത് എത്രത്തോളം ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് മുന്നണിക്ക്? തീർച്ചയായിട്ടും LDF-നെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ വളരെ കൃത്യമായി സംഘടനാ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിൻ്റെ എല്ലാം ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇത്തവണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വയനാട്ടിലെ വിവിധ വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെട്ടൊരു സർക്കാരാണ്. വയനാടിൻ്റെ തുരങ്കപാതയാവട്ടെ, മെഡിക്കൽ കോളേജ് ആവട്ടെ, അതുപോലെ തന്നെ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനമാവട്ടെ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി വയനാട് രാജ്യത്തിൽ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന നിലയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ആ ദുരന്തമുഖത്ത് ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ പുനരധിവാസം വരെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വയനാട്ടിനെ അങ്ങേയറ്റം ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായും അതെല്ലാം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ റഫീഖ്, ഇപ്പം വയനാട് ദുരന്ത ബാധിതരടക്കം കഴിഞ്ഞ ദിവസം CPM-ലേക്ക് ഒരുപാട് പേർ എത്തിയിരുന്നു, മുന്നണിയിലേക്ക് ചേർന്നിരുന്നു. സർക്കാർ അവരെ ചേർത്ത് പിടിച്ചതിന്റെ അംഗീകാരമായിട്ടാണ് മുന്നണിയിലേക്ക് എത്തിയതെന്നാണ് ആ ദുരന്ത ബാധിതർ ഈ അങ്ങ് ഉൾപ്പെട്ട ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് വയനാട്ടിലെ പാർട്ടിക്ക് മുന്നണിക്ക് നൽകുന്ന ഊർജ്ജം എത്രത്തോളമാണ് ശ്രീ K. റഫീഖ്? തീർച്ചയായിട്ടും വലിയ ആവേശമാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. കാരണം കേരളത്തിലെ ഗവൺമെൻറ് നമ്മളെല്ലാവരും, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കുന്നതാണ്. ചില പാർട്ടികളുടെ നേതൃത്വത്തിൽപ്പെട്ടവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവൺമെൻറ് വിമർശിക്കുന്നുണ്ടെങ്കിലും ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി പുനരധിവാസം വരെയുള്ള പ്രവർത്തനങ്ങളിൽ ദുരന്തബാധിതരെ അങ്ങേയറ്റം ഈ ഗവൺമെൻറ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതാണ് ദുരന്തബാധിതരായ ആ പ്രദേശത്തെ ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം CPM-നൊപ്പം ചേരുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം. അവരവിടെ അതിൽ വന്നിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ആലക്കൽ നസീറാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണെന്ന് മാത്രമല്ല അവിടെ ദുരന്തബാധിതരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മുൻപിലേക്ക് ഒരു വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനുമൊക്കെ ഇടപെടൽ നടത്തിയ ഒരാൾ കൂടിയാണ്. അപ്പം അദ്ദേഹം ഉൾപ്പെടെ പറയുന്നു, ഞങ്ങൾ ഒരു വിഷയം ഗവൺമെൻറ് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അപ്പോൾ തന്നെ ഗവൺമെൻറ് അത് പരിഹരിക്കുന്നു, അത്രയേറെ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നതാണ്. തീർച്ചയായും ദുരന്തബാധിതർക്ക് ഈ ഗവൺമെൻറ്റിൽ പൂർണ്ണ വിശ്വാസമാണ്. ആ നിലയിലാണ് ഗവൺമെൻറ് ഇടപെട്ടത്. എന്നാൽ അവർ തന്നെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വയനാട് വളരെ ഗൗരവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണത്. കോൺഗ്രസ് ആദ്യം പറഞ്ഞു 100 വീടുകൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. 230 വീടുകൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ 230 വീടുകൾ പ്രഖ്യാപിച്ചിട്ട് ഒരു വീടിന് വേണ്ടിയുള്ള 1 സെന്റ് ഭൂമി പോലും എടുക്കാൻ ഇന്ന് വരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 1.5 വർഷമാവുകയാണ്. അപ്പോൾ ഈ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം ഉപയോഗിച്ച് 1 സെന്റ് ഭൂമി പോലും വാങ്ങാതെ ദുരന്തബാധിതരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ കോൺഗ്രസ് സ്വീകരിച്ചത്. അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് UDF ദുരന്തബാധിതരെ വഞ്ചിച്ചതും മറുഭാഗത്ത് ചേർത്ത് നിർത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇത് ഗൗരവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചർച്ചയുടെ ഏറ്റവും പ്രധാന ഘട്ടത്തിലാണ് തീർച്ചയായും
കുറേ പേർ, ഒരുപാട് കുടുംബങ്ങൾ, ദുരന്തബാധിതരായ കുടുംബങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത് എന്നത് തെരഞ്ഞെടുപ്പിന് വലിയ നേട്ടം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ശ്രീ കെ റഫീഖ്, ഇപ്പം വയനാട്ടിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വയനാട് നേരത്തെ തിരഞ്ഞെടുപ്പിലേക്ക് പോയൊരു സാഹചര്യമേ അല്ല. അവിടെ ഈ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നു. അതിനൊക്കെ അപ്പുറം വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയുണ്ട്, ദുരന്തകാലത്തെ ഇടപെടലുണ്ട്, യാത്രാ പ്രശ്നത്തിന് പരിഹാരമായി അങ്ങ് പറഞ്ഞതുപോലെ തുരങ്കപാതയുണ്ട്, പുതിയ വന നിയമ ഭേദഗതി, അങ്ങനെ ജില്ലയിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനായോ? അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടോ അങ്ങേക്ക്? തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്കിത് ബോധ്യമുണ്ട്. ഞങ്ങൾ പ്രത്യേകമായി ബോധ്യപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക്, കാരണം വയനാട്ടിൽ എത്രയോ നാളുകളായി നമ്മൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒരു ബദൽ പാത എന്ന ആവശ്യം. എന്നാൽ 2134 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തുരങ്കപാത ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി തുടക്കം കുറിച്ചിരിക്കുന്നു. വയനാടിനെ സംബന്ധിച്ച് നാനാമുഖമായ വികസനത്തിന് കാരണമാകുന്നതാണ് തുരങ്കപാത. പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാതയുമായി ബന്ധപ്പെട്ടും ഈ ഗവൺമെൻറ് ഇടപെടലുണ്ടാകുന്നു. അങ്ങനെ നിരവധിയായ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിരിക്കുന്നു, വയനാട്ടിലെ സ്റ്റേഡിയം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായും ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വയനാടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുണ്ട്. കഴിഞ്ഞ കുറഞ്ഞ വർഷത്തിനിടയിൽ മാത്രം 5 കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, ഒന്ന് കോൺഗ്രസിൻ്റെ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഒന്ന് DCCയുടെ ട്രഷററാണ്, ഒന്നൊരു വാർഡ് മെമ്പറും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹിയുമാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 പേർ കോൺഗ്രസിൻ്റെ സാമ്പത്തിക തട്ടിപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് വഴക്കിൻ്റെയും ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വല്ലാത്തൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ആകെ ചർച്ച ചെയ്തു, വയനാട് ആകെ ചർച്ച ചെയ്തു, കേരളം ആകെ ചർച്ച ചെയ്തു. ആ നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഈ കോൺഗ്രസിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം, ഇവിടെ UDFന് അനുകൂലമായി അല്ലെങ്കിൽ UDFൻ്റെ ഒരു വോട്ട് കുറച്ചുള്ള ഒരു സ്ഥലമാണല്ലോ വയനാട്. നേരത്തെ മുതലേ വലതുപക്ഷത്തിന് UDFന് ഒരു സ്വാധീനമുള്ള ജില്ലയാണ്. ആ സ്വാധീനമുള്ള ജില്ല എന്നത് വെച്ചുകൊണ്ട് തങ്ങൾക്ക് എന്തുമാവാം എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും സ്വീകരിച്ചത്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ ആളുകൾ മരിച്ചു വീഴേണ്ടി വന്നത്. ദുരന്തബാധിതരുടെ പേരിൽ പോലും പണം അപഹരിക്കാനുള്ള ധൈര്യം അവർക്ക് പകർന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ അതിനെല്ലാം എതിരായ ഒരു വിധിയെഴുത്തായി UDFൻ്റെ അഹന്തക്കെതിരായ വിധിയെഴുത്ത് കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും. തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്ന നിലയിലാണ് എല്ലാ പ്രദേശത്തു നിന്നുമുള്ള റിപ്പോർട്ടുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഐക്യത്തോടു കൂടിയും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പരാമർശിച്ച എല്ലാ വിഷയങ്ങളുടെയും പശ്ചാത്തലത്തിൽ വളരെ നല്ല നിലയിലുള്ള വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ നിമിഷവും വിശ്വസിക്കുന്നത്. ഓക്കെ, ശ്രീ കെ റഫീഖ്, അപ്പം അങ്ങനെ തന്നെ ആവട്ടെ, നല്ലൊരു വിധി ഉണ്ടാകട്ടെ, പ്രതീക്ഷ പോലെ കാര്യങ്ങളൊക്കെ നടത്തട്ടെ. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പം ടൗൺഷിപ്പ് അടുത്ത മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പം അവിടെ ഇപ്പോൾ നിലവിൽ ഏത് രീതിയിലാണ് ശ്രീ കെ റഫീഖ് ജോലികളൊക്കെ പുരോഗമിക്കുന്നത്? സർക്കാർ പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം തന്നെ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമോ? അതിവേഗതയിൽ തന്നെയാണ് അവിടെയുള്ള ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 1000-ഓളം തൊഴിലാളികൾ പകലും അതുപോലെ തന്നെ രാത്രിയുമായി 2 ഷിഫ്റ്റുകളായി വർക്ക് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 100 വീടുകളോളം ഉള്ളതിൻ്റെ വാർപ്പ് പൂർത്തീകരിച്ചു. മറ്റെല്ലാത്തിൻ്റെയും വിവിധ ഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട്. വീടുകളുടെ നിർമ്മാണം എത്തിയിട്ടുണ്ട്. 410-ലധികം വീടുകളാണ് അവിടെ നിർമ്മിക്കുന്നത്. അവിടെയുള്ള ഈ അടുത്ത മാസം തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനിടയിൽ വന്ന ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാം. നമുക്ക് അതിനിടയിൽ കാലാവസ്ഥ വയനാട്ടിൽ പ്രത്യേകിച്ചും മഴ ഒഴിഞ്ഞ ഒരു സമയമില്ലാത്ത സ്ഥിതിയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ളത്. അതിൻ്റെ ചെറിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. ആ ഒരൊറ്റ പ്രതിസന്ധി മാത്രമാണ് നേരിട്ടത്. അതിനെ അതിജീവിച്ചുകൊണ്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനം അതിവേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത മാസം അവസാനത്തോട് കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ നിർമ്മാണ കമ്പനിയോടും അതുപോലെ തന്നെ നിർവ്വഹണ ഉദ്യോഗസ്ഥരോടും എല്ലാം സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം. അവിടെ ഞങ്ങൾ പോയി സന്ദർശിക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. അത്ര വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. രാത്രി ഉൾപ്പെടെ അവിടെ വർക്ക് നടക്കുകയാണ്. എത്രയും വേഗത്തിൽ ദുരന്തബാധിതർക്ക് വീട് കൊടുക്കുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കെ റഫീഖ്, നമുക്കിപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നാളെ ഇനി വിധി വരികയാണ്, അപ്പോൾ അതിൻ്റെ ആശംസകൾ കൂടി അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. താങ്ക് യു. ഓക്കെ.